ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭാര്യയെ ചതിച്ച ഒരു ഭർത്താവിൻ്റെ കഥ എന്ന് പറയാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ്. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിൽ സംഭവിച്ച കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് മറ്റാർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഒരു അവയർനെസ് ഇതുകൊണ്ടുണ്ടാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി നമ്മളൊരു കാരണമാവുക. അവർക്കും അത് അറിയായിരിക്കും, പക്ഷെ അവർ പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ചിന്തിക്കാനുള്ള ആ ഒരു ശക്തി പോലും നമ്മൾ വീട്ടമ്മമാർക്കും പൊതുവെ വിവാഹിതരായ ഭാര്യമാർക്കുമൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അറിയുന്ന ഈ ഫാമിലി ഈ ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് ആദ്യ തുടക്ക നാളുകളിലൊക്കെ ഭയങ്കര സന്തോഷത്തിലും സമാധാനത്തിലും ആ കുടുംബം മുന്നോട്ട് നീങ്ങി. പിന്നെ ആയപ്പോൾ എന്തായെന്ന് വെച്ചാൽ പിന്നെ ഭാര്യ ഒരു വർഷം ഒക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. അതിനുശേഷം നോക്കിയപ്പോൾ ഇയാൾക്ക് പിന്നെ ഭാര്യ തൊടുന്നതെല്ലാം കുറ്റമാണ്. ഭാര്യയ്ക്ക് ഡ്രസ്സിങ് സെൻസ് ഇല്ല, പിന്നെ എഡ്യൂക്കേഷൻ ഇല്ല, പുറത്ത് ജോലിക്ക് പോകുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ ഡെയിലി തൊട്ടതിനും പിടിച്ചതിനും വഴക്ക്. അപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വിവാഹിതരായി പോകുന്നതല്ലേ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, അതാണല്ലോ ഒരു വീട്ടമ്മയുടെ ലോകമെന്ന് പറയുന്നത്. ഇവർ ഈ പെണ്ണ് കുറേ സഹിച്ച് അവിടെ അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചു. ജീവിച്ച് പോകുമ്പോൾ അമ്മായിയമ്മയുണ്ട്. അമ്മായിയമ്മ പോലും ഒരു സൈഡിൽ അവരെപ്പോഴും എന്തൊക്കെ തെറ്റ് മകൻ ചെയ്താലും മകനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ മരുമകളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യമേ അവർക്ക് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മകനെ തിരുത്താനോ നീ എന്തിനാണ് അവളുടെ അടുത്ത് എപ്പോഴും വഴക്കിടുന്നതെന്ന് ചോദിക്കാനോ ഒന്നും മുതിരാതെ ഈ പെണ്ണ് ഇങ്ങനെ ഒരു കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ. ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും അവഹേളനം കിട്ടുന്ന ഏതൊരു ഭാര്യയുടെയും മുഖത്ത് സന്തോഷമോ അല്ലെങ്കിൽ ആ ഒരു ഒരു ഊർജ്ജസ്വലതയോ അല്ലെങ്കിൽ ആ ഒരു ശരീരപുഷ്ടിയോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം. എന്തൊക്കെ കഴിച്ചാലും എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ ഭർത്താവ് നമ്മളെ നല്ല രീതിയിൽ നോക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുകയാണ്, വീട്ടമ്മമാരുടെ കാര്യവും ഭാര്യമാരുടെ കാര്യവും ഞാൻ പറയുകയാണ്. ഭാര്യ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം നമ്മൾ ആദ്യം ഒരു ഭാര്യയും പിന്നീടാണല്ലോ മക്കളാവുമ്പോൾ വീട്ടമ്മയായി മാറുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി സഹിക്കുന്നതിൻ്റെ പിന്നെ ഇയാൾ അടിയായി. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നാൽ കൈ കിട്ടുന്നത് വലിച്ചെറിയുക, അല്ലെങ്കിൽ ഈ കവിളത്തിങ്ങനെ അടിക്കുക. നമുക്കറിയാം കവിളെന്ന് പറയുന്നത് ഭയങ്കര ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു പാർട്ടാണ്. നമുക്കവിടെ അടി കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കവിൾ, നമ്മുടെ മുഖം എന്നൊക്കെ പറയുന്നത് അത്രയേറെ ഒരാൾക്ക് അടിക്കാൻ തോന്നുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് അടിക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇത് ഓരോ വീട്ടമ്മമാരുടെ ശ്രദ്ധയ്ക്കായി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കി. ഇങ്ങനെ ഇരിക്കെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും. തുച്ഛമായ ആഹാരത്തിനുള്ള സാധനം മാത്രമേ കൊണ്ട് കൊടുക്കുകയുള്ളൂ. അതിന് കണക്ക് ചോദിക്കും. ഇപ്പോൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയാൽ എന്തൊക്കെ സാധനം വാങ്ങിച്ചു എന്ന് അയാൾക്ക് കണക്ക് കൊടുക്കണം. അങ്ങനെയായി ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡും ഒരു ലേഡിയുമായിട്ടിരിക്കുന്നത് കണ്ടു. ആ ലേഡി ഭയങ്കര സ്റ്റൈലിഷായിട്ട് പിന്നെ സാരിയൊക്കെ ഉടുത്ത് ഭയങ്കര ഒരു അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ കാണാൻ നല്ല അത്യാവശ്യം ഭംഗിയുള്ള സ്ത്രീ തന്നെയാണ് ഇരിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇയാളങ്ങ് ഞെട്ടിപ്പോയി, ഇത് ആരായിരിക്കും എന്നുള്ള ഇതിൽ. അവസാനം ഈ ആൾ സൂക്ഷിച്ച് ഇതിൻ്റെ ദൂരെ മാറി നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്ന് പിന്നെ നോക്കി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം ഇയാൾക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റൂ ഹോസ്പിറ്റലിൽ. കൂടുതൽ അവിടെ ചെന്ന് എന്താണ് ഏതെന്ന് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ
ഈ ലേഡി എന്ന് പറയുന്നത് ഇയാൾ ഈ പെണ്ണിൻ്റെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ ഇയാൾ സിറ്റിയിലേക്കാണ് ഓടാൻ പോകുന്നത്. സിറ്റി പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി സിറ്റി പെർമിറ്റുള്ള ഭാഗത്ത് തന്നെ ഈ ലേഡിയുടെ ഹസ്ബൻഡ് പിന്നെ ഓൾറെഡി പിന്നെ ഡിവോഴ്സ്ഡ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു മകനുമുണ്ട്, കൊച്ചുകുട്ടിയാണ്, 8 വയസ്സോ 10 വയസ്സോ ഉള്ള ഒരു മകനുമുണ്ട്. അവിടെ ഇയാൾ ഈ സിറ്റി പെർമിറ്റ് എന്ന് പറഞ്ഞ് സിറ്റിയിൽ ഓടിച്ചിട്ട് ബാക്കിയുള്ള സമയം ഈ ലേഡിയായിട്ട് ഫ്രീ കിട്ടുന്ന സമയത്ത് ഈ ലേഡി ജോലിക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലേഡിയായിട്ട് ബാക്കി സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. എന്ന് ലേഡിയെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വിളിച്ചുകൊണ്ട് വന്ന കാക്കിയിട്ട് ഒരു പാതിരാത്രിയൊക്കെയാണ് സ്വന്തം വീട്ടിൽ ഭാര്യയും മക്കളെയും കാണാനെത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇയാൾക്ക് ഒരു മകളും ജനിച്ചു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ ഈ ലേഡിക്ക് ഇയാൾക്ക് വിവാഹത്തിന് മുന്നേ ഉള്ള ഒരു ബന്ധമാണ് ഈ ലേഡിയായിട്ടുള്ളത്. പക്ഷേ ഈ പോയിരിക്കുന്നവൻ ഈ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഈ ഡിവോഴ്സായ പെണ്ണിനെ അവൾക്കൊരു കൊച്ചുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിലും പിന്നെ മകനും അങ്ങനെ 4 ആൾ അറിയെ കൊണ്ടുവന്ന് കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും 4 ആൾ അറിയെ ഒരു കല്യാണം കഴിക്കണം, സമൂഹത്തിൽ നല്ല രീതിയിൽ ഇരിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു അമ്മയുടെ ചിന്താഗതി പോകുന്നത് മകൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം പൂഴ്ത്തി വയ്ക്കുക, അല്ലെ മകനൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് മകൻ പിന്മാറില്ല എന്നറിഞ്ഞിട്ടും മകനും അമ്മയ്ക്കും ഒരേ ആഗ്രഹം വേറെ പെണ്ണിനെ കെട്ടണമെന്ന്. എന്നാൽ കെട്ടിയ പെണ്ണിനെ നോക്കുന്നുണ്ടോ? അതുമില്ല, വീണ്ടും പഴയ ബന്ധം തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 തട്ടിൽ കാല് വെച്ച് കളിക്കുന്ന ഭർത്താക്കന്മാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഇതൊരു ഭർത്താവിനെതിരെയും ഞാൻ പറയുന്ന വാക്കുകളല്ല. നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന, സ്നേഹിച്ച് കുടുംബം നോക്കുന്ന ഭർത്താക്കന്മാർ ധാരാളമുണ്ട്. അവരോടെന്നും എനിക്ക് റെസ്പെക്റ്റും അതുപോലെ തന്നെ ബഹുമാനവും സ്നേഹവും ഉണ്ട്. അങ്ങനെയുള്ള ഫാമിലികൾ സന്തോഷമായി പോകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. പിന്നെ കുറച്ച് പേരെങ്കിലും വന്ന് ചോദിക്കും ഇതെൻ്റെ അനുഭവമാണോ എന്ന്. എൻ്റെ അനുഭവം തീർച്ചയായും ഇതെൻ്റെ അനുഭവമല്ല. എൻ്റെ അനുഭവമാണെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് തുറന്നു പറയാൻ യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ്. ഇത് മറ്റുള്ളവരിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിക്ക് ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക്, ഒരു വീട്ടമ്മയ്ക്ക് ഇതൊരു തിരിച്ചറിവാകട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇതൊരു ഒരു ഓർമ്മപ്പെടുത്തൽ ആയി കിടക്കുമെങ്കിൽ അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓരോ വീട്ടമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓരോ ഭാര്യയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾ പറയുന്ന സ്നേഹപരമായ വാക്കുകളോ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന നമ്മളോട് കാണിക്കുന്ന സ്നേഹം എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കാലം മാത്രമേ നമുക്ക് മറുപടി നൽകുകയുള്ളൂ. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു യുഗം കൊണ്ട് പോലും ചിലപ്പോൾ ചില മനസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മകൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിക്കുക. ആദ്യം പോയി താമസിച്ച ആ കുഞ്ഞുള്ള ആ ഒരു ലേഡിയുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയുള്ളതല്ല. രണ്ടാമത് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനോട് കാണിക്കുന്നത് ആത്മാർത്ഥതയുള്ളതല്ല. അവൻ്റെ കാര്യം മാത്രം, അതാണ് അവൻ ഇമ്പോർട്ടൻ്റ്. അവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യമോ ഒന്നും അവൻ അറിയണ്ട. അവൻ്റെ സുഖം, അവൻ്റെ ബാക്കി നമുക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് കാണിച്ചത്. വീട്ടിൽ ഡെയിലി അടി, കൈ കിട്ടുന്നിടത്ത് സ്വന്തം ഭാര്യ അടിക്കുകയായി, ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കവേ ബാക്കി പൈസയൊക്കെ ഈ ആദ്യം പോകുന്ന ആ സ്ഥലത്തും കൊടുക്കണം പൈസ. അപ്പോൾ കുറച്ച് പേര് പറയുന്നു ആദ്യത്തെ അവളുടെ വിവാഹം ഡിവോഴ്സ് ആവാൻ കാരണം ഇവനാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. നമുക്കതിൻ്റെ റിയാലിറ്റി അറിയില്ല. എന്തായാലും അവിടെ പോവാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ വീട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ഭർത്താവിന് വൃക്ക സംബന്ധമായ രോഗം അത് വന്നത്. അപ്പോൾ അത് ഈ ഹോസ്പിറ്റലിൽ പോയി ഇരുന്നത് തന്നെ അതിൻ്റെ ചെറിയ ലാഞ്ചനകൾ, അതായത് ഈ ക്ഷീണവും തളർച്ചയൊക്കെ വന്നപ്പോൾ സ്വന്തം ഭാര്യയെ കൂട്ടിയല്ല പോയത്, മറ്റേ ലേഡി ഉണ്ടല്ലോ അവരെയും കൂട്ടിയാണ് അവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണ് അറിയുന്നത്. പിന്നെ ആയപ്പോൾ ഈ വൃക്കയുടെ അസ്വസ്ഥത, വൃക്ക രോഗം അറിയാമല്ലോ, തുടക്കത്തിൽ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും പിന്നെ കാലിലൊക്കെ നീരും പുറത്തൊക്കെ നീരും ഒക്കെ വന്ന്
വളരെ ഒരു വിഷമകരമായ ഒരു സിറ്റുവേഷനിൽ ഈ പിന്നെ ഭർത്താവ് മാറി. അപ്പോൾ നേരത്തെ പൊയ്ക്കൊണ്ടിരുന്ന വീട്ടിലുള്ള ആ ലേഡി പൂർണ്ണമായും കൈയൊഴിഞ്ഞു. കാരണം അവർക്കൊരു മകൻ്റെ കാര്യം നോക്കണം. പിന്നെ രോഗിയായ ഒരാളെ ഇനി എന്തിൻ്റെ പേരിലായാലും പിന്നെ സംരക്ഷിക്കാൻ അവൾ തയ്യാറായില്ല. അപ്പോൾ ആ വീട്ടിൽ സ്ഥാനമില്ലാതായപ്പോൾ പിന്നെയാണ് സ്വന്തം വീട്ടിൽ വന്ന്, സ്വന്തം വീടല്ലേ ഉള്ളൂ, പിന്നെ കിടക്കാൻ വയ്യാതായി കഴിഞ്ഞു. അങ്ങനെ വന്ന് കിടന്നപ്പോൾ ഭാര്യയുടെ മനസ്സെന്തായിരിക്കും? ഇയാളെ സംരക്ഷിക്കേണ്ട, ഇയാൾ നമ്മളുടെ അടുത്ത് ചെയ്ത ദ്രോഹങ്ങൾ എന്താണ് എന്നാലോചിച്ച് അവർക്ക് ആദ്യമൊക്കെ തുടക്കത്തിൽ ആ പെണ്ണിന് ഭയങ്കര വിഷമമായിരുന്നു ഈ ഭർത്താവിനെ സംരക്ഷിക്കാൻ. പിന്നെ ആൾക്കാരെല്ലാവരും അവളെ പറഞ്ഞ് മനസ്സിലാക്കി, നീ അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഇവിടെയല്ലേ കിടക്കുന്നത്, എന്തായാലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിൻ്റെ മോളുടെ അച്ഛനല്ലേ, അപ്പോൾ അതുകൊണ്ട് നീ ഇവനെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഭാര്യ ഓരോ കാര്യത്തിനും സംരക്ഷിച്ച് വൃക്കയുടെ ഒരു ഇത് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ക്രമമായ ഭക്ഷണ രീതികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. മറ്റേവൾ കൈയൊഴിയുകയും ചെയ്തു. ഇനി അവിടെ ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഇയാൾക്ക് പോകാനും വയ്യ, വണ്ടി ഓടിക്കാനും ഒന്നിനും വയ്യാത്തൊരവസ്ഥയായി, വരുമാനവും ഇല്ല. പിന്നെ ഈ ഭാര്യ ഒരിക്കലും ജോലിക്ക് പോകാതിരുന്ന, കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പിന്നെ ഒരു ജോലിക്ക് ആ പെൺകുട്ടി ജോലിക്കും പോയി ഭർത്താവിനെ നോക്കി, പിന്നെ അങ്ങനത്തെ ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അയാൾക്ക് എഴിച്ച് പോകാൻ വയ്യാത്ത അവസ്ഥയായപ്പോൾ ഇവിടെ കിടക്കുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോഴും അയാൾക്ക് സ്നേഹമുണ്ട്, അയാളുടെ ആവശ്യങ്ങൾ നടക്കണമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ ഭർത്താവിനെ, കുടുംബത്തിനെയും അതുപോലെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എത്രത്തോളമാണ് നമ്മൾ വീട്ടമ്മമാർ സ്നേഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിരിച്ച് നമുക്ക് അതുപോലുള്ള ഒരു സ്നേഹം കിട്ടാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. നമ്മൾ പിന്നെ ഇതുപോലെ തോന്നിയിടത്തൊക്കെ പോയി ഭാര്യ വീടാക്കുന്ന തരത്തിലുള്ള ഭർത്താക്കന്മാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഇത് ഭർത്താക്കന്മാർക്കെതിരെയുള്ള ഒരു വീഡിയോ അല്ല, നല്ല ഭർത്താക്കന്മാരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നല്ല കുടുംബ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന, നല്ല ഭർത്താവ് ഭാര്യ തമ്മിൽ നല്ല ബോണ്ടിങ് ആയിട്ട് കഴിയുന്ന ധാരാളം കുടുംബങ്ങളും എനിക്കറിയാം. ഇതിപ്പോൾ ഒറ്റപ്പെട്ടതാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. തിരിച്ച് ഭാര്യമാർ ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള കഥകൾ വേറെ ഉണ്ട് റിയാലിറ്റിയിൽ നടക്കുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഓരോ വീട്ടമ്മയും ഓരോ ഭാര്യയും തിരിച്ചറിയുക. ഭർത്താക്കന്മാർ ഇത് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് മനസ്സിരുത്തുക, സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കുക. നിങ്ങളല്ലാതെ മറ്റാരും ഒരു വിവാഹിതയായ സ്ത്രീക്ക് പിന്നെ തണലാകാനില്ല. അതായത് മാനസികമായ സപ്പോർട്ടും അതുപോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ സന്തോഷങ്ങളും കൊടുക്കാൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം ഭർത്താവാണ്. ഭർത്താവ് കഴിഞ്ഞാൽ പിന്നെ മക്കളാണ്, നമ്മൾ വീട്ടമ്മമാർക്കും ഭാര്യമാർക്കും. അതിലപ്പുറം മറ്റൊരു ലോകമില്ല, അല്ലേ? നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. അപ്പോൾ ഓരോരുത്തരും ഭാര്യമാരെ വേദനിപ്പിക്കാതിരിക്കുക. കാലം ഇതിനെല്ലാം തിരിച്ചടി ചോദിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന തെറ്റാരും കാണുന്നില്ല എന്ന്, പക്ഷേ ദൈവം കാണുന്നുണ്ട്. ഭാര്യയുടെ കണ്ണിൽ നിന്ന്, സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു ഭാര്യയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ എന്ന് പറയുന്നത് നാളെ നിങ്ങൾ ഓരോരുത്തർക്കും ശാപമായി വരും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വാ കൊണ്ടൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ കരയുന്നത് പോലും ഒരു ശാപമായി മാറും. അത് നിങ്ങൾ വിടാതെ പിന്തുടരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്, എത്ര സന്തോഷത്തോടെ ഓരോരുത്തരുടെയും ഭാര്യമാരെ നമുക്ക് വയ്ക്കാൻ കഴിയുമെങ്കിൽ അത്രയും ഇതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങളുള്ള വീട്ടമ്മമാരും ഭാര്യമാരും ഉണ്ടെങ്കിൽ ഒരിക്കലും വേണ്ടാത്ത ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഭർത്താവിൻ്റെ സ്വഭാവം മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം ഉപേക്ഷിച്ച് സന്തോഷത്തോടെ മക്കളുമൊത്ത് ജീവിക്കാനുള്ള ഒരിതുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ ഒരു തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കരുത്. സ്വന്തം ജീവൻ കളയുന്ന ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു അമ്മയും ഒരു ഭാര്യ മാത്രമല്ല, ഒരു അമ്മയും കൂടെയാണ്. ഇനി ഭാര്യ മാത്രമാണെങ്കിലും നമ്മൾ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഒരമ്മമാരും ഒരു ഭാര്യമാരും ഒരു പെൺകുട്ടിയും ഇത്തരം അനുഭവങ്ങളോട് പ്രതികരിച്ച് സ്വന്തം വിലപ്പെട്ട ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളെ കാത്ത് ഒരു നല്ല കാലം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ
വെൽ വിഷേഴ്സിനും എനിക്ക് കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും നന്ദി സ്നേഹം അറിയിക്കുന്നു. എല്ലാവരുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.